അസ്സലാമു അലൈക്കും. ഫുഡ് ഡെലിവറിയിൽ ക്വാളിറ്റി കൂടിയ ആപ്പിനെ നമുക്ക് പരിചയപ്പെടുത്താം. ദി ഷെഫ്സ്. ക്വാളിറ്റി കൂടിയത് അങ്ങനെ പറയാൻ കാരണം ഇതിൻ്റെ ബെനിഫിറ്റിനാണ്. ഒന്ന്, ഡബിൾ ചാർജാണ് നമുക്ക് കിട്ടുന്നുള്ളത്, ഡെലിവറി ചാർജ്. മറ്റൊന്ന്, കസ്റ്റമർ കുറവാണ്. അപ്പോൾ നമുക്കതിനൊന്ന് പരിചയപ്പെടാം. ദി ഷെഫ്സ് പ്ലേ സ്റ്റോറിലും ആപ്പിൾ സ്റ്റോറിലും സെയിം നെയിമാണ്, ദി ഷെഫ്സ് ഡ്രൈവർ. ഇതിലുള്ള ഡെലിവറി ചാർജ് മാഷാ അല്ലാഹ് 1.5 കിലോമീറ്റർ, 2 കിലോമീറ്റർ, 3 കിലോമീറ്ററൊക്കെ 13 റിയാൽ കിട്ടും. ഈ ആപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റില്ല. റെഫറൽ കോഡ് ഇതൊക്കെ ഉണ്ട്, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. ഓഫീസായിട്ട് ബന്ധപ്പെടേണ്ടി വരും. നമുക്കിതിൻ്റെ അകത്ത് എങ്ങനെയാണെന്ന് നോക്കാം. ന്യൂ ഓർഡേഴ്സ്, കംപ്ലീറ്റഡ്, നോട്ടിഫിക്കേഷൻ, പ്രൊഫൈൽ. കംപ്ലീറ്റഡിൽ ഞാനൊന്ന് ഓപ്പൺ ചെയ്തിട്ട് ഞാൻ ചെയ്തത് ഇത്. പക്ഷേ അതിൽ കാണുന്നുണ്ടോ, കസ്റ്റമർ ഡീറ്റെയിൽസിൽ കസ്റ്റമർ നോട്ട് വെരിഫൈഡ്, അതിൽ എമൗണ്ട് നോട്ട് പെയ്ഡ്, അതൊക്കെ കാണുന്നുണ്ടോ. മറ്റൊന്ന് കംപ്ലീറ്റ് ചെയ്തത് ഓപ്പൺ ആക്കിയണ്ട, പെയ്ഡാണ്, ക്യാഷ് പെയ്ഡാണ്. പിന്നെ അടുത്ത നോട്ടിഫിക്കേഷൻ, പിന്നെ പ്രൊഫൈൽ. അതിൽ ബാലൻസ് കാണുന്നുണ്ട്, ഞാൻ ചെയ്ത ബാലൻസ്, എൻ്റെ കറണ്ട് ബാലൻസാണ് അത് എമൗണ്ട് കാണിക്കുന്നുള്ളത്. ഞാൻ ചെയ്ത ദിവസത്തെ 25 താരീഖ്. ഇത് ശ്രദ്ധിച്ച ഓരോ ഓർഡർ ക്രെഡിറ്റ്, ഡെബിറ്റ്, ടോട്ടൽ എമൗണ്ട്. ഇതിൽ നമ്മൾ ചെയ്ത ഡീറ്റെയിൽസാണ്. നമ്മൾ 17 റിയാലിൻ്റെ ഡെലിവറിയാണ് ചെയ്തത്. അതിൽ ടാക്സ് ഈടാക്കുമ്പോൾ 2.22 ഡെബിറ്റ് ആവും, ടാക്സാണ്. ബാക്കിയുള്ള എമൗണ്ടാണ് നമ്മളതിൽ കറണ്ട് ബാലൻസ് ആയിട്ട് കയറുന്നുള്ളത്. അതാണ് നമ്മളെ വർക്കിൻ്റെ എമൗണ്ട്. ഇതെങ്ങനെ വർക്ക് ചെയ്യുന്നത് ഞാൻ ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ ഇടുന്നുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മറ്റു സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തിട്ട് അവർക്കും കൂടി ഒരു വർക്ക് ചെയ്യാനുള്ള അവസരം കൊടുക്കുക ഇൻഷാ അല്ലാഹ്.